അച്ഛാ 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 അച്ഛാ. 6ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾ. ഈ കുഞ്ഞുങ്ങളുടെ വിളി ഷിബു കേൾക്കണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും കനിയണമെന്ന് ആദ്യമേ പറയട്ടെ. തൻ്റെ ഭാര്യയും 2 മക്കളുമായി തനിക്കുള്ള 2 സെന്റ് വസ്തുവിൽ പണിത വീട്ടിൽ കഴിയണമെന്ന ആഗ്രഹത്തോടെയാണ് ഷിബു ജനുവരി മാസം സ്വർണം പണയം വെച്ചും വായ്പയെടുത്തും ഷിബു വീടുപണി ആരംഭിച്ചത്. വീടുപണി നടക്കുന്നതിനിടയിൽ ഷിബുവിൻ്റെ കാൽ വഴുതി വീണ് മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. തറയിൽ കിടന്ന ഭീമമായ പാറക്കലിൽ ഷിബുവിൻ്റെ തല ഇടിക്കുകയായിരുന്നു. ഭാര്യ സൗമ്യയും 11 വയസ്സുകാരനായ മകനും 8 വയസ്സുകാരിയായ മകളുമാണ് ഷിബുവിൻ്റെ കൂടെയുള്ളത്. തലക്കേറ്റ ആ ക്ഷതത്തിന് ശേഷം ഷിബു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഈ ഒരു ശ്വാസം മാത്രമാണ് അവശേഷിക്കുന്നത്. ജനുവരി 23-ാം തീയതിയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്ന വീട്ടിൽ തന്നെ പണി തീർന്നിട്ടില്ലായിരുന്നു. ആ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വെള്ളം ഒഴിക്കാൻ കയറിയ ആളാണ് അതിൻ്റെ മുകളിൽ നിന്ന് വീണു. തലയാണ് അടിച്ചത്. തല അടിച്ച് വീണ് അപ്പോൾ തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ കണ്ടീഷൻ വളരെ മോശമാണ്, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ഡോക്ടറുമായിട്ടൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ അവർ വില്ലിങ്ങായി. ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും 72 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. 72 മണിക്കൂറിനകത്ത് വെച്ചിട്ട് ആൾ കൈയുടെ ഒരു വിരൽ അനക്കി. അപ്പോൾ ഡോക്ടർ അതൊരു പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ആൾ കോമയിലായി. തലയുടെ ഓട്ടി ഇപ്പോൾ വയറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മക്കൾ അച്ഛൻ്റെ കണ്ണു തുറക്കുവാൻ മാസങ്ങളേറെയായി ഈ വിളി തുടങ്ങിയിട്ട്. മക്കളുടെ വിളി കേൾക്കുമ്പോൾ ഷിബുവിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന ഈ കണ്ണുനീരാണ് ഈ കുടുംബത്തിന് ഷിബു തിരിച്ചു വരുമെന്ന വിശ്വാസവും പ്രതീക്ഷയും നൽകുന്നത്. എപ്പോഴും സംസാരിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ഞങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ 2 കുഞ്ഞു മക്കളാണ്, 6ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കൾ. അവരുടെ കാര്യത്തിലും ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഞങ്ങളുടെ വീട് പണി പകുതിയിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. തുടർ ചികിത്സയ്ക്കായി തലയോട്ടി ഇന്നും സുരക്ഷിതമായി വച്ചിരിക്കുന്നത് ഷിബുവിൻ്റെ വയറിനുള്ളിലാണ്. ഷിബു ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഈ കട്ടിലിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കണം. പുറത്തുള്ള പ്രകൃതി സൗന്ദര്യം മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ കുടുംബത്തിന് നൽകിയ അറിയിപ്പ്. സാധാരണ വീൽ ചെയറിൽ ഷിബുവിനെ ഇരുത്താൻ സാധിക്കില്ല. ഡൽഹിയിലെ വീൽ ചെയർ ഓഫ് ഇന്ത്യ എന്ന കമ്പനി നിർമ്മിതമായ കർമ്മ വീൽ ചെയർ തന്നെ വേണം. അത് വാങ്ങിക്കുവാനും ഇന്ന് ഈ കുടുംബത്തിന് സാധിക്കില്ല. തുടർന്നുള്ള ശസ്ത്രക്രിയയ്ക്കും പണം വേണം. ഇതുവരെ 5 ലക്ഷത്തോളം രൂപ ചെലവായി. ഷിബുവിൻ്റെ ഇനിയുള്ള ഈ ജീവൻ്റെ നിലനിൽപ്പിന് നമ്മൾ മാത്രമാണ് ഉള്ളത്. കഴിയുന്ന സഹായം നൽകി ഈ കുടുംബത്തിന് താങ്ങായി നിൽക്കണമെന്ന അപേക്ഷ മാത്രമാണ് ഈ 2 കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും പറയാനുള്ളത്. പ്രദീപ് കളത്തിൽ, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.